ഹലോ, ഇത് കണ്ടോ നല്ലൊരു സൈസത്തെ ആറ്റ് വളരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കുറച്ച് പീസ് കട്ട് ചെയ്ത് വാങ്ങിയായിരുന്നു. ശരിക്കും ഞാനത് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല വാങ്ങിയത്. പക്ഷെ നോക്കിയപ്പോൾ മീറ്റിലൊക്കെ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല വലിയ സൈസ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് അത് കറി വെക്കാമെന്ന്. അങ്ങനെ പിന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ചെറിയ പീസാക്കി അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇനിയിപ്പോൾ അത് കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ കറി വെക്കുന്നതല്ല, മുളകിട്ട് ഉള്ള കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാധാ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഷാപ്പിലെ മീൻകറി ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തേങ്ങ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കൊടമ്പുളി നല്ലതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി വയ്ക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട്, അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉലുവയും കൂടെ അതിലേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ആ ഉലുവയും കൂടെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇനി ഇത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് ചെയ്യുന്ന ആ പൊടി ഐറ്റം എല്ലാം അതിലേക്ക് ഇടണം. അപ്പോൾ ഈ പൊടി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ചാണ് ചെയ്യാനുള്ളത്. അതല്ല പാത്രം നല്ല ചൂടാക്കുകയാണെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാടിട്ടത് വെറുതെ ആയി പോകും. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ അടിച്ച് ചെയ്യുന്ന തക്കാളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് ആ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി അതിൻ്റെ ഒന്ന് എണ്ണയൊക്കെ തെളിയണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ചെയ്യുന്ന കുടംപുളിയിലെ വെള്ളം ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒഴിച്ചിട്ട് നോക്കണം അതിൽ പുളിപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പുളിപ്പ് കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ആ കുടംപുളി മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാനുള്ളത്. അതല്ല പുളിപ്പ് കുറവായിട്ട് തോന്നുന്നെങ്കിൽ മാത്രമേ വീണ്ടും അതിലേക്ക് കുടംപുളി ഇടാവുള്ളൂ. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെയ്യുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിയിടാം. അങ്ങനെ മീൻ കഷ്ണം ഇട്ട ശേഷം കറിയെല്ലാം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് ആ കറി തിളച്ച് നല്ലതുപോലെ വറ്റി വരണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഒരു പാത്രം നല്ലതുപോലെ ഒന്ന് കറക്കി വെച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മീനാണ്. അപ്പോൾ നമ്മൾ തവിയൊക്കെ ചിളകി കഴിഞ്ഞാൽ മീനങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ മാത്രമേ ഒന്ന് കറക്കി വെക്കാവുള്ളൂ. അപ്പോൾ എന്താ ഓരോ സമയം കഴിയുന്നതോറും ആ കറി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വറ്റി വരെയാണ്. എന്താ കറി ഉണ്ടാ നല്ലതുപോലെ ചാറൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര പോലെ ഇനിയും നല്ലതുപോലെ കുറുകി വരണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഒന്ന് ഞാൻ ആ കടയിൽ ചൂരമീൻ വാങ്ങാനായിട്ടാണ് പോയത്. അപ്പോൾ ആറ്റുവാള ഇരിക്കുന്നുണ്ടപ്പോൾ പണ്ട് ഷാപ്പിൽ പോയി ആറ്റുവാള കറി കഴിച്ച ആ ഒരു കൊതി വന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വാങ്ങിയത് തന്നെ കാര്യം. അപ്പോൾ ആ കറിയെല്ലാം നല്ല രീതിയിൽ വറ്റി സംഭവം എന്താ സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കറിയിലെ തിക്നെസ് ഒക്കെ ഉണ്ടാ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, ഇന്നത്തെ ഊണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.